ക്രിസ്തുയേശു സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം കർത്താവ് തന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ദിവസത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധ വേഗത്തിൽ അങ്ങോട്ട് തിരിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കപ്പെടുന്നു. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമിൻ്റെ കയ്യിൽ നിന്നും വിടുവിപ്പാനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ അവരുടെ നിലവിളി കേട്ടു. എന്നോട് ആരോ പറയുന്നു, എൻ്റെ നിലവിളികൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ കേൾക്കുവാൻ ആരും കേൾക്കുന്നില്ല. ദൈവം കേൾക്കുന്നില്ലയോ? നിങ്ങളോടാണ് സഹോദര സഹോദരി, നിൻ്റെ ദുഃഖങ്ങളുടെ, സങ്കടങ്ങളുടെ, തലമുറയെപ്പറ്റി അല്ല, നിൻ്റെ ജീവിതത്തെ പറ്റിയുള്ള നിലവിളി ആരും കേൾക്കുന്നില്ലെങ്കിലും നീ അടക്കി പിടിച്ച് കരയുന്ന നിൻ്റെ നിശ്വാസങ്ങൾ പോലും മുഴങ്ങി കേൾക്കുന്ന സ്ഥലമാണ് സ്വർഗം. സ്വർഗത്തിലെ ദൈവം പറയുന്നത്, ഞാനത് കേട്ടു. 2 തവണ പറയാണ് കേട്ടു. ഉറപ്പിച്ചു കൊള്ളുക, നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗം കേട്ടു. നിൻ്റെ സങ്കടങ്ങൾ അവൻ അറിയുന്നു. ആരോ പറയുന്നു, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ തിരസ്കരണങ്ങൾ, എൻ്റെ അവസ്ഥ ആരും അറിയുന്നില്ല. ഞാൻ പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ പറയുന്ന വ്യക്തിയോടാണ് ഈ കർത്താവ് എന്ന് പറയുന്നത്, അറിയുന്ന ഒരാൾ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നിന്നെ ആ ദേശത്തിൽ നിന്ന് മാറ്റാൻ ആരൊക്കെയോ വീട് വിൽക്കാനിരിക്കുന്നവരുണ്ടോ, സ്ഥലം വിൽക്കാനിരിക്കുന്നുണ്ടോ, അല്ല ഒരു പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടോ, അല്ല ഒരു വേറെ രാജ്യത്തിലേക്ക് ജോലി നേടി പോകുന്നവരുണ്ടോ, മക്കളെ അയക്കുന്നവരുണ്ടോ? നിങ്ങളുടെ ഈ സന്ദേശം, നിങ്ങളുടെ പ്രവചനം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ദേശം വിട്ട് വേറൊരു ദേശത്തിലേക്ക് സ്വർഗത്തിലധികം അയക്കാൻ പോവുകയാണ്. ഇനി പ്രഭാതത്തിൽ യാദൃശ്ചികമല്ല നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്. നിങ്ങളോട് ദൈവത്തിനുള്ളൊരു പ്രവചന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ ദേശത്തു നിന്നും വിടുവിക്കും. നല്ലതും വിശാലവുമായത്. ദൈവത്തിന് എന്ത് തരാനുണ്ടെങ്കിലും നല്ലതും വിശാലവുമാണ് നിങ്ങൾക്ക് തരുന്നത്. നോക്കൂ, ദൈവഹിതം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ദൈവം പറയുന്നു, ഞാൻ നല്ലതും വിശാലമായത് നിങ്ങൾക്ക് തരുമെന്ന്, പാലും തേനും ഒഴുകുന്നതിലേക്ക് എത്തിക്കുമെന്ന്. അർത്ഥം, പാലിനെ സൂചിപ്പിക്കുന്നത് വചനത്തെയാണ്. അതല്ലെങ്കിൽ പ്രവചനം. നിങ്ങൾ കേട്ട വചനത്തിൻ്റെ പ്രവചനമാണ് പാല്. അതിൻ്റെ അത്ഭുതമാണ്, അതിൻ്റെ മിറക്കിളാണ് തേന്. കേട്ടത് നിങ്ങൾ കാണാൻ പോവുകയാണ്. വേറെ രാജ്യത്തിൻ്റെ നന്മ, വേറെ ദേശത്തിൻ്റെ നന്മ, ഇതുവരെ വിറ്റുപോകാത്ത വസ്തുക്കൾ വിറ്റുപോകാൻ പോവുക, ഇതുവരെ പ്രൊമോഷൻ ലഭിക്കാത്തവർക്ക് പ്രൊമോഷൻ ലഭിക്കാൻ പോവുക, ഇതുവരെ യാത്രയ്ക്കൊരുങ്ങിയ കുഞ്ഞുങ്ങളുണ്ട്, അഡ്മിഷൻ ഒരുങ്ങിയവരുണ്ട്. നിങ്ങളുടെ ഞാൻ പ്രവചനമായി, ആശീർവാദമായി പറയുന്നു, നല്ലതും വിശാലവുമായതിലേക്ക് നിങ്ങളെ കർത്താവ് കൊണ്ടുപോകുന്നു. ഹൃദയം തകർന്ന് ആരുമില്ലാതെ നീ മരിച്ച മതി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് കേൾക്കുകയും കാണുകയും നിങ്ങളുടെ സങ്കടങ്ങളുടെ ആഴമറിയുന്നവനും പറയുന്നു, ഞാൻ നിങ്ങളുടെ മക്കളെ അടുത്ത രാജ്യത്തിലേക്ക്, വിശാലമായ രാജ്യത്തിലേക്ക് അയക്കും. നിന്റെ കുടുംബത്തെ മുഴുവനായി ഞാൻ പറിച്ചു നടും. നിന്റെ ആ ഫയൽ ഞാൻ വേഗത വരുത്തും. നിന്നോട് കരുണ തോന്നുമാറാക്കും. ഞാൻ ഉറപ്പ് പറയാം, ചിലരെ ഇതിനകത്തുനിന്ന് പ്രവചിച്ച് ഉറപ്പിച്ച് പറയുകയാണ്, ചിലരുടെ എമിഗ്രേഷൻ ഡോറുകൾ തുറന്നു വരുന്നു. കേൾക്കുന്നൊരു ആമയം പറഞ്ഞു, വാതിലുകൾ തുറന്നു വരുന്നു, എമിഗ്രേഷൻ ഓഫീസ് തുറന്നു വരുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബവും എമിഗ്രേഷൻ്റെ യെല്ലോ ലൈൻ ക്രോസ് ഓവർ ചെയ്യാൻ പോവുകയാണ്. നല്ലതും വിശാലതുമായത് നിങ്ങളുടെ മുന്നിൽ വഴി തുറക്കാൻ പോവുകയാണ്. നിന്റെ ഭർത്താവിൻ്റെത്, നിൻ്റെത് അല്ല നിന്റെ മക്കളുടേത് വാതിൽ തുറന്നു വരിക. ആമയം പറഞ്ഞ്, സ്തോത്രം പറഞ്ഞ്, ആരാധന ഇതിനെ ഏറ്റെടുക്കുക. ഇത് നിങ്ങളുള്ള സന്ദേശമാണ്, നിങ്ങളുടെ കുടുംബത്തോടുള്ള പ്രവചനമാണെന്ന് പറയുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.